ഇങ്ങനെ ഒരു താങ്ക് യു. സെഷനൊക്കെ തുടങ്ങി വെക്കുന്നത് എല്ലാവരും കൂടി കേൾക്കുക എന്നുള്ളതിനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അതിലൊരു നോളജ് ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ, അപ്പൊ അതിലേക്ക് എന്താ സൊല്യൂഷൻ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാന്നുള്ളതൊക്കെയാണ് കോമൺ ആയിട്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കിട്ടുന്നത്. എനിവേ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. വളരെ കുറഞ്ഞ ആളുകളെ ജോയിൻ ചെയ്തിട്ട് പലരും ലീവ് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും റെക്കോർഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ലൈവിൽ വരികയാണ് എപ്പോഴും ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ലൈവിൽ വരുമ്പോൾ കിട്ടുന്ന ഫീൽ എന്തായാലും റെക്കോർഡ് കേൾക്കുന്ന സമയത്ത് കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തെങ്കിലും പ്രയാസം കാരണമായിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് മൈൻഡ് സെറ്റിന്റെ പ്രാധാന്യമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൈൻഡ് സെറ്റ് പെർഫെക്റ്റ് അല്ല എങ്കിൽ എത്ര വലിയ ആനക്കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടോ കേട്ടോണ്ടോ കാര്യമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് ബെറ്റർ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യാലിറ്റിയും നമ്മുടെ വിജയത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പം അതാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരും സെൽഫായിട്ട് ചിന്തിക്കുക, ഏത് മൈൻഡ് സെറ്റിലാണ് ഞാൻ ഉള്ളത് എന്നുള്ളത് സെൽഫായിട്ട് ചിന്തിക്കുക. രണ്ട് രീതിയിലാണ് മൈൻഡ് സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും ആണ്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഡെപ്തിൽ പോകുന്നില്ല ഈ വിഷയം. പലരും ഇതൊക്കെ കേട്ടതായിരിക്കാം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സാധാരണ പറയുന്ന പോലെ വളർച്ചയുള്ള മൈൻഡ് സെറ്റിനാണ് ഗ്രോത്ത് എന്ന് പറയാം. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അതാ പിന്നെ വളർച്ചയില്ല, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്നതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഇതിൽ ഏതാണ് നമ്മളെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ പറ്റും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിതിൽ ഏതാണ്. ഫിക്സഡ് ഞാൻ പറയാം. ഫിക്സഡ് ആണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ: ഒരു ചലഞ്ചസും ഏറ്റെടുക്കില്ല. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒരു ചലഞ്ചസും ഏറ്റെടുക്കില്ല. എല്ലാത്തിനും നെഗറ്റീവ് ആയിരിക്കും. അത് എന്നെ കൊണ്ട് പറ്റില്ല, അതിപ്പോ നടക്കില്ല, അത് അടുത്ത മഴക്കാലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ മഴക്കാലാണ് വേനൽക്കാലാവട്ടെ, അതിപ്പം ചെയ്താൽ ശരിയാവൂല, നാളെ ആവട്ടെ, നാളെ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആവട്ടെ. ഇങ്ങനെ ഒരു ചലഞ്ചസും ഏറ്റെടുക്കാതെ പല റീസൺ പറയുന്ന ആളുകൾ ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. പെട്ടെന്ന് ഉപേക്ഷിക്കും. ഒരു ചലഞ്ചസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അതിനെ വേഗം സ്കിപ്പ് ചെയ്യും. ഒന്ന് പരിശ്രമിക്കുക പോലും ഇല്ല അത് ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഓൾറെഡി ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ആരെന്ത് പറഞ്ഞും കാര്യം ഉണ്ടാവില്ല. അതിനെ ഒഴിവാക്കാൻ, അത് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് എസ്കേപ്പ് ആവാനോ നോക്കുക. എങ്ങനെയെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസോ എൻ്റെ കഴിവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായം തേടിയിട്ടെങ്കിലും നടത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം പല എക്സ്ക്യൂസ് അല്ലെ, നമ്മൾ ഒരു പക്ഷെ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നമ്മുടെ പല ഫ്രണ്ട്സിനെ, കുടുംബത്തിലുള്ള ആളെ നമ്മൾ കാണാറില്ലേ, ഒരു കാര്യം പോയാണ്ട് പറഞ്ഞാൽ അതിന്റെ എല്ലാ നെഗറ്റീവും കൊണ്ട് പറഞ്ഞു തരും. അങ്ങനത്തെ ചില ആളുകളുണ്ടല്ലോ. ചിലർ കളിയാക്കി പറയാറില്ല. ഇപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ, ഞാനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ്, പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളുടെ നെഗറ്റീവ് അറിയണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത്തരം ആളുകളിൽ പോയിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു കൊടുത്താൽ മതി. നമുക്ക് വേഗം എന്ത് കിട്ടും, ആ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം നെഗറ്റീവ്സ് ഒറ്റയടിക്ക് ആളിൽ നിന്ന് കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ആ നെഗറ്റീവ്സ് ഒഴിവാക്കാനുള്ള പണിയെടുത്താൽ മതിയല്ലോ. പ്രൊജക്ട് ഒഴിവാക്കാനല്ല, നെഗറ്റീവ്സ് ഒത്തിരി കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ചില ആളുകളെടുത്ത് പോയിട്ട് ആ പ്രൊജക്ട് അങ്ങോട്ട് പറഞ്ഞെടുത്താൽ മതി. ഞാൻ നാളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നാളെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, ഞാൻ നാളെ ഡ്രസ്സിന്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു ഓൺലൈനായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവായ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു തരാൻ പറ്റിയ ഒരാൾ നമുക്കുണ്ടെങ്കിൽ, അതായത് അയാള് നമ്മളെ നിരുത്സാഹപ്പെടുന്ന കാര്യം, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയാൽ അതിനൊരു കാര്യം നമുക്ക് കിട്ടി. നമ്മൾ ഒത്തിരി പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന്റെ നെഗറ്റീവായ കാര്യങ്ങൾ ഇന്നതൊക്കെയെന്ന് മനസ്സിലാക്കാം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് പഠിച്ചാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ചില ആളുകൾ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് അത്തരം മൈൻഡ് സെറ്റ് അത് ഫിക്സഡ് ആണ്. അവൻ എപ്പോഴും അതിനെ എസ്കേപ്പ് ആവാൻ നോക്കും, ഒരിക്കലും സൊല്യൂഷൻ കാണാൻ നോക്കില്ല. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ഒത്തിരി പോയിന്റുകൾ ഉണ്ട്, ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ എഫേർട്ട് ഇടാൻ തീരെ, അതായത് ഒരു കാര്യത്തിന് എഫേർട്ട് ഇടാൻ തയ്യാറാവാത്ത ടൈപ്പ് ആളുകൾ, ഇതൊക്കെ കണക്ട് ചെയ്യാട്ടോ. നമ്മിലേക്ക് കണക്ട് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കോ ഇതിനെ കണക്ട് ചെയ്യാം, നമ്മുടെ സ്റ്റാഫിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം.
ഇതൊക്കെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല, എന്ത് പറഞ്ഞാലും അതിനെ പെട്ടെന്ന് ഒഴിവാക്കും, പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. നമ്മൾ തുടങ്ങി വെച്ചതായിരിക്കും, അതിന് അടുത്ത റിസ്കിലേക്ക് പോകാൻ തയ്യാറാവില്ല, അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇതൊക്കെ ഫിക്സഡാണ്. അതേ സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ചലഞ്ചസ് ഏറ്റെടുക്കും. ഇവിടെ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഈ ജനുവരിയിൽ 5 വീഡിയോസ് ഇറക്കണം. അത് 5 വീഡിയോസ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബൾബ് കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ട് സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ. ഫാക്ടറി മുഴുവൻ കത്തി നശിച്ചപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞ ഇനി ഒന്നൊന്ന് തുടങ്ങാലോ എന്ന് ചോദിച്ച പോലെയാണ്. 5 വീഡിയോസ് ശരിക്കും കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം 5 പണി കെട്ടി നിൽക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്ക് എന്റെ 5 വീഡിയോസ് ജനുവരിയിൽ ഇറങ്ങിയിരിക്കണം. അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അത് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത് ചലഞ്ചസ് ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട്, അതായത് ഇവിടെ വരുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടെക്നോളജി ഒരു സീറോയിലാണ് ഞാൻ നിൽക്കുന്നത്. എഡിറ്റിംഗ് എനിക്കറിയില്ല, അതറിയില്ല, ഇതറിയില്ല, എല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ ഒരാള് കുത്തിയിരുന്ന് പഠിച്ചു എടുക്കുകയാണ്. പഠിച്ച് കംപ്ലീറ്റ് ആയിന്നല്ല, പഠിച്ചെടുത്തത് വെച്ചിട്ട് ഇവിടുന്ന് കിട്ടിയ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നോളജുകളൊക്കെ വെച്ച് വീഡിയോ ട്രാവൽ ചെയ്യുന്നു, എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. 64 വയസ്സായി. അറ്റ് ഏജ് ഓഫ് 64 ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പ്രത്യേകം എന്ന് പറഞ്ഞത്. അപ്പൊ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, ജിമ്പിലൊക്കെ ആയിട്ട് പോയിട്ട് വീഡിയോസ് എടുക്കുന്നു. അത് മുമ്പ് പരിചയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മുമ്പ് ഒരു പരിചയമില്ല, എല്ലാം നിർത്തി വെച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടുന്ന് ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് ഓരോ ദിവസം ട്രാവൽ ചെയ്ത് വന്ന് അത് വീഡിയോ ആക്കി, ആ വീഡിയോ 5 എണ്ണം ആ ടാർഗറ്റ് വെച്ച് സെറ്റ് ചെയ്തു, മ്യൂസിക് കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ. ഇനിയിപ്പോൾ അത് വീണ്ടും ഒന്നെണ്ണം പടി തുടങ്ങണം. അതാണ് പറഞ്ഞത്. എന്നിട്ട് ജനുവരി ആകുമ്പോഴേക്ക് 5 എണ്ണം റിലീസ് ചെയ്യണം. അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. നമുക്കൊക്കെ പാഠമാണ്. നിങ്ങൾ ഒരു മാതൃകയാണ് എല്ലാവരും. സോറി സാറേ ഒരു കാര്യം കൂടെ, VN ആപ്പിൽ നിന്ന് ഞാൻ ചെയ്തു, അതാണ് പ്രശ്നം വന്നത്. ഇപ്പൊ കോപ്പിറൈറ്റ് വീണ്ടും വന്നു. അങ്ങനെ ഇനി 3ാമത്തെ പ്രാവശ്യമാണ് ചെയ്യാൻ പോണത്. ഓക്കെ അല്ല, പരിശ്രമം വിജയിക്കും എന്തായാലും. നമ്മൾ പറയാറില്ല ഹാർഡ് വർക്ക് ബേസ് ഓഫ് എന്ന് പറയല്ലോ. ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ബാക്കിൽ വരും, ഒരു സംശയമില്ല. നിങ്ങൾ അതിൽ എൻജോയ്മെന്റ് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് ചലഞ്ചസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിന് വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെ ലൈവായിട്ട് നമുക്ക് ഇന്ന് തുടങ്ങിയത് നമ്മളത് വെച്ചിട്ടാണ്. സന്തോഷം. അതേപോലെ തന്നെ എന്താണ്, ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഒഴിവാക്കില്ല. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കും ഇപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ സെൽഫായിട്ട് ചിന്തിക്കുക. ഒന്ന് ഇതിനകത്തുള്ള ആളുകൾ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ചാറ്റിൽ വന്നിട്ട് ഫിക്സഡ് ഉള്ള ആളുകൾ F എന്നും ഗ്രോത്ത് ഉള്ള ആളുകൾ G എന്നും ഒന്ന് ടൈപ്പ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? ഫിക്സഡ് ഉള്ള ആളുകൾ F. ചാറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. യെസ്, ഷെറിൻ മേഡം ഗ്രോത്ത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വരുമോ? ഇവിടെ അജി സാർ ഓൾറെഡി സുരൻ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗ്രോത്താണല്ലോ, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ മുജീബൊക്കെ ഉണ്ട്, ജയശ്രീ മേഡം ഉണ്ട്. മുജീബൊക്കെ ഗ്രോത്താണ്, വെരി ഗുഡ്, സന്തോഷം. ജയശ്രീ മേഡം ഗ്രോത്താണ്, സന്തോഷം. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. അപ്പം ഇതിനകത്ത് ഉള്ളവരൊക്കെ ഗ്രോത്താന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഫിക്സഡിൽ നിൽക്കുന്നുണ്ട്, അതായത് ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ എല്ലാം നീട്ടിവെക്കുന്ന, മാറ്റിവെക്കുന്ന, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതൊന്ന് ഒളിച്ചോടുന്ന സ്വഭാവമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കി ഗ്രോത്തിലേക്ക് വരാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് എപ്പോഴും സക്സസ് തരിക. ഓക്കെ, അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരിക. 2 മൈൻഡ് സെറ്റിന്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ എന്തിനാണ് ബിസിനസ്സിന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്? നമ്മളിവിടെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണല്ലോ അല്ലെ, എങ്ങനെ ഒരു സെൽഫ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ്സിനകത്ത് നമുക്ക് എപ്പോഴും നമുക്കറിയാലോ, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ് ഒത്തിരി ഉണ്ടാവും. നമ്മളുടെ പ്രതീക്ഷകളൊക്കെ ഒന്നായിരിക്കാം, പക്ഷെ സംഭവിക്കുന്നത് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ബിസിനസ് ചെയ്ത ആളുകൾക്ക്, ഒരു സെൽഫ് ഇൻകത്തിന് വേണ്ടി ട്രൈ ചെയ്ത ആളുകൾക്ക് ആ എക്സ്പീരിയൻസ് നല്ല ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായ പ്രതീക്ഷയിലാണ് അവർ തുടങ്ങുക, പക്ഷെ സംഭവിക്കുന്നത് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കാം. നമ്മളൊരു പക്ഷെ ഒന്നും പഠിക്കാതെ കാര്യം ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ മാർക്കറ്റ് പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മളിതിന്റെ ABC നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി എന്ന് പറയുന്ന പോലെ നല്ല വർണ്ണക്കടലാസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഇങ്ങനെ ചെയ്താൽ ഇത്ര ലാഭം കിട്ടുന്നൊക്കെ. അതിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അതിനകത്തുള്ള ഡെപ്തിലുള്ള, ആഴത്തിലുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുകയും
അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിങ്ങനെയല്ല, ഇതല്ല ബിസിനസ് എന്നുള്ളത് മനസ്സിലാവുക. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അവിടെ നമ്മൾ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ, അവിടെ ഗിവപ്പിന് പോയി കഴിഞ്ഞാൽ ഒരാളും ബിസിനസ്മാൻ ആവില്ല, ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ചുകൊണ്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ആവാൻ. അപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണമെന്ന് പറയുന്നത്. അപ്പം ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നമുക്ക് 2026 ഇത്ര ഇൻകം ഏൺ ചെയ്യണം, ഓരോ മാസവും എനിക്ക് 1 lakh ഏൺ ചെയ്യണം എന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മൈൻഡ് സെറ്റ് വന്നില്ല എങ്കിൽ 1 ലക്ഷം നടക്കൂല എന്നാണ് നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ് പറയുന്നത്. 1 ലക്ഷം ഒരു 10,000 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 1000 കിട്ടിയാൽ മതി എന്ന് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. അവിടെ ഒരിക്കലും മൈൻഡ് സെറ്റ് ആഗ്രഹിച്ചില്ല എങ്കിൽ, മൈൻഡ് 1 ലക്ഷത്തിലേക്ക് സെറ്റ് ആയില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബിസിനസ്സിൽ ഒരു ലക്ഷ്യം വെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ലക്ഷ്യം സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം മൂവ് ആവാൻ. ഓരോ മാസവും ജനുവരിയിൽ ഇത്ര ടേൺ ഓവർ വേണം, ഫെബ്രുവരിയിൽ ഇത്ര സെയിൽസ് നടക്കണം, മാർച്ചിൽ ഇത്ര വേണം എന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമൊക്കെ എഴുതി വെക്കാൻ എളുപ്പം. പക്ഷെ മൈൻഡ് അതിന്റെ കൂടെ ഇല്ല എങ്കിലോ, മനസ്സുകൊണ്ട് നമ്മൾ അതിനെ വിശ്വസിക്കുന്ന ഇല്ല എങ്കിലോ, ബിലീവ് ഇല്ലെങ്കിലോ ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്കാണ് ബിസിനസ്സിൽ ഫോർവേഡ് ആവാൻ കഴിയും. ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ആക്ഷണബിൾ ആവണമെങ്കിൽ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണമല്ലോ. ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കും, ലോകത്തിലുള്ള എല്ലാ അത്ഭുതങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സെൽഫായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം ബുർജ് ഖലീഫ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതല്ലെങ്കിൽ താജ്മഹൽ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഈഫൽ ടവർ എന്നുള്ളൊരു കൺസെപ്റ്റ്, നമ്മളായിരുന്നു നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു സാധനം വരാൻ വല്ല സാധ്യതയുണ്ടോ? ഇത് ജസ്റ്റ് ഒന്ന് ഓരോരുത്തരും സെൽഫായിട്ട് ആലോചിച്ച് നോക്കൂ. ബുർജ് ഖലീഫ എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ കണ്ടാൽ തന്നെ അങ്ങനെ തുടങ്ങാൻ നമ്മൾ തയ്യാറാവോ? അത്രയും വലിയ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് അങ്ങനെ കാറ്റിൽ നിലനിർത്താൻ കഴിയുമെന്ന് നമ്മൾ മനസ്സ് വിശ്വസിക്കുമോ? നമ്മളെ കൊണ്ട് അത്രയും കഴിയും? അത്രയും മില്യൺ കണക്കിന് കോടികൾ ചെലവാക്കിക്കൊണ്ട് അത്രയും സമയമെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരാളുടെ മനസ്സിൽ വന്നൊരു ചിത്രമാണല്ലോ അത്. അങ്ങനെ ചിന്തിച്ചു നോക്കും. അങ്ങനെ ഒരു സംഭവം വേൾഡിലേ ഇല്ല. ആ സമയത്ത് ഒരാളുടെ മനസ്സിൽ വന്നൊരു ചിത്രമാണ് അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന്. അപ്പം അയാൾ അതിൽ നിന്ന്, ആ മനസ്സിൽ നിന്നും ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ കാണിച്ച അയാളുടെ മൈൻഡ് സെറ്റാണ് അങ്ങനെ സാധനം അവിടെ സംഭവിച്ചത്. വർഷങ്ങൾക്ക് മുമ്പേ താജ്മഹൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈഫൽ ടവർ ഉണ്ടാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചൈന വൻമതിൽ ഉണ്ടാക്കി. ഇതൊക്കെ ആലോചിച്ച് നോക്കും. അങ്ങനത്തെ ഒരെണ്ണം ഇന്ന് ലോകത്തുള്ളൂ. അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിന്ന് ഉണ്ടാവുന്ന സാധനമാണ്. എന്ന പോലെ നമുക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ കഴിയും, ആക്ഷൻ എടുക്കാൻ കഴിയും. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാതെ നമ്മളിങ്ങനെ മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കും. എനിക്ക് ഇന്ന പോലെ ചെയ്യണം, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ ഫുള്ള് മനസ്സിൽ താലോലിച്ച് കൊണ്ടുനടക്കുന്ന സിസ്റ്റം ആയിക്കാരം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾ, സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവും. സാലറി മേടിച്ച് ജീവിക്കുന്ന ആളെ കൊണ്ടിടത്തോളം അയാളെ കിട്ടിയതായിട്ട് അങ്ങനെ ജീവിച്ച് പോകണു, ഗ്രോത്ത് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഫിക്സഡ് നിന്ന് അങ്ങനെ പൊക്കോളും. അതേ സമയത്ത് സ്വന്തമായിട്ട് ഏണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് പറയുമ്പോൾ ഇതാണ് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി അവസാനിപ്പിക്കുകയാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉണ്ട്. ഫിക്സഡ് ആകുന്ന ഒരാൾക്ക് ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല, അയാൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാനാണ് പോവുക. അതേ സമയത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ എല്ലാ റിസ്ക്കും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും ഓവർകം ചെയ്യാനുള്ള കരുത്ത് നേടുന്ന രീതിയിലേക്ക് എന്തിനേയും ഫേസ് ചെയ്യാൻ ധൈര്യമുള്ള ഒരാളായിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ആൾ മാറുകയും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുകയും വിജയം നേടുകയും ചെയ്യുന്ന ആളുകളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ആളുകൾ. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറുക, അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യുക, അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോരുന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ പുതിയ ആളുകൾക്ക്, പഴയ ആളുകളുണ്ട്, അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്യാത്തവരുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വ്യക്തമായ മിഷൻ വേണം. എൻ്റെ ലൈഫ് ഇന്നതാണ്, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് ഇന്നതിലൂടെയാണെന്നൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾ എന്തിനാണ് ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണോ ഇനി സൊസൈറ്റിക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാവാം. എന്താണോ സൊസൈറ്റിക്ക് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്, സെല് ചെയ്യാൻ പോകുന്നത്, എന്തിനാണോ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ പണം വാങ്ങിക്കാൻ പോകുന്നത്, വ്യക്തമായ പിക്ചർ നമുക്ക് വേണം. അതൊരു മിഷൻ നമുക്ക് വേണം. വെറുതെ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ഒരു സർവീസുകൾ കുറച്ച്, അങ്ങനെയല്ല. ഞാൻ ഈ ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ഞാൻ ഈ
വിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചേഞ്ചസ് എന്താണ്, അത് സൊസൈറ്റിക്ക് ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന സാധനമാവണം. ഒരാൾ നന്നായിട്ട് എന്ത് ചെയ്യാണ്, മൈൻഡ് ഹീലിംഗ് തെറാപ്പിയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അവരുടെ മിഷൻ എന്താണ്, സൊസൈറ്റിയിൽ മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, മാനസികമായിട്ട് പ്രയാസം, അവരുടെ മൈൻഡിനെ ഹീൽ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ സക്സസ് കൊടുക്കുക, അവരെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ള അവരുടെ എന്താണ് മിഷനാണ്. ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് ഇറങ്ങുന്ന ഒരാളെന്താ, ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാതെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ജോലിയിലോ അവരുടെ ബിസിനസ്സിലോ അവരുടെ പേഴ്സണാലിറ്റിയിലോ ട്രാൻസ്ഫോം ചെയ്യണ ലാംഗ്വേജ് വേണം. അപ്പൊ അവരെ ട്രാൻസ്ഫോം ചെയ്യലാണ്, സൊസൈറ്റി ട്രാൻസ്ഫോം ചെയ്യാനാണ്. ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തിനാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, നല്ല ഹെൽത്തി ആയ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കൊടുക്കുന്നത്, അത് സൊസൈറ്റിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. എല്ലാവരും അൺഹെൽത്തി കൊടുക്കുമ്പോൾ ഞാൻ ഹെൽത്തി ആയ സാധനം കൊടുക്കും. ഇങ്ങനെ ഒരു മിഷൻ നമുക്ക് വേണം സൊസൈറ്റിയോട്. ആ മിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചിത്രം നമുക്ക് വരക്കാൻ, ലൈഫ് ടൈമിലേക്കുള്ള ചിത്രം വരക്കാൻ കഴിയണം. അതല്ലാതെ ഇന്നെന്ത് ചെയ്യണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ലൈഫ് ടൈം ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ അവരുടെ മിഷൻ എന്താണ്, ഞാൻ സഞ്ചരിക്കുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളും എത്ര മനോഹരമായിട്ട് എനിക്ക് ഇതേപോലെ എന്നെ പോലെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒത്തിരി ആളുകൾ എൻ്റെ സൊസൈറ്റിയിലുണ്ട്, അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മിഷനാണ്. അതിലൂടെ എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ എന്താണ് വഴി എന്ന് കൂടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ നിശ്ചയമായിട്ട് മാറും. അപ്പം ആ ഒരു മിഷൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഓരോരുത്തരും നമുക്കൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഞാനൊരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അത് എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഒരു ചെറിയ വീഡിയോന്റെ ലിങ്ക് തരാം, വീഡിയോ നിങ്ങൾ സമയമെടുത്തിട്ട് സാവധാനം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഒരു വെള്ള പേപ്പറും ഒരു പെന്നും എടുക്കുക, ഫ്രീ ആയിട്ടിരിക്കുക, ഓരോ ക്വസ്റ്റ്യൻ അതിലേക്ക് എഴുതുക. മലയാളത്തിൽ തന്നെയാണ്, മലയാളത്തിൽ എഴുതുക. അതിന് കുറച്ച് സമയം എടുത്തിട്ട് ആലോചിച്ചിരുന്നിട്ട് ഓരോന്നിനും വ്യക്തമായ ക്ലാരിറ്റി ഉള്ള, ഒരു നിലക്കും അഡ്ജസ്റ്റ്മെന്റ് അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അതിന് ആൻസർ എഴുതുക. നമ്മോട് റിലേറ്റഡ് ആയ ഏറ്റവും പെർഫെക്റ്റ് ആയ ആൻസർ കൊടുക്കുക. എന്നാലാണ് നമുക്ക് ക്ലാരിറ്റിയിലും മിഷൻ കിട്ടുള്ളൂ. ഓരോരുത്തരും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂസ് കാണണമെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള വഴി കാണണമെങ്കിൽ ആ മിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ നാളെ മോർണിംഗിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ആ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ എങ്ങനെയാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. ആൻസർ ചെയ്യേണ്ടത് നിങ്ങളുടെ വെള്ള പേപ്പറിലോ ഡയറിയിലോ ആണ്. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഫ്രീ ആയിട്ട്. ഒരു ഒത്തിരി ഹറിബറി ഉള്ള സമയത്തൊന്നും പോയിട്ട് ചെയ്യേണ്ട. മൈൻഡ് നല്ല ഫ്രീ ആക്കി വെച്ച് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇരുന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിലേക്ക് എഴുതുക. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ അത് റിലേറ്റഡ് ആയ ആൻസറുകൾ എഴുതുക. ഓക്കെ, അങ്ങനെ ഒരു ഏകദേശം ഒരു 20-നടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഓരോന്നും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അതായത് നമ്മളിവിടെ ChatGPT ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ആൻസറും അടങ്ങുന്ന ആ ഒരു കാര്യം നമ്മൾ ChatGPTക്ക് കൊടുത്തുകൊണ്ട് അതിനടിയിൽ നമ്മൾ 1-2 പ്രോംപ്റ്റുകൾ കൊടുക്കും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ChatGPTയോട് നമ്മൾ നിർദ്ദേശം കൊടുക്കും. ഞാൻ ഈ എഴുതിയ ക്വസ്റ്റ്യനും ആൻസറും വെച്ചുകൊണ്ട് ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കി ChatGPT നമ്മെ മനസ്സിലാക്കി എടുക്കും. നിങ്ങൾ ഇന്നതാണ്, നിങ്ങളുടെ ക്യാരക്ടർ ഇന്നതാണ്, നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ള ChatGPT നമുക്ക് സ്യൂട്ടായ ഒരു സംഭവം പറഞ്ഞു തരും. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഞാൻ ലിങ്ക് അല്ലെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ തരും. അത് ഓരോരുത്തരും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നാളെ തന്നെ അത് സമയമെടുത്ത് റിലാക്സ് ചെയ്ത് ഓരോരുത്തരുടെയും മിഷൻ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ജസ്റ്റ് കാണാനല്ല, നമ്മുടെ സിസ്റ്റത്തിലോ നമ്മുടെ ഫോണിലോ അതിനെ പെർഫെക്റ്റ് ആയി സേവ് ചെയ്ത് വെച്ച് അതാവണം നമ്മൾ എന്ന രീതിയിൽ. അത് ആരുടെയെങ്കിലും കണക്റ്റഡ് അല്ല എങ്കിൽ നമുക്ക് റീതിങ്ക് ചെയ്യാം. മെജോറിറ്റി നമ്മളുമായിട്ട് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മളായിട്ട് കണക്ട് ആയിട്ടാണ് വരിക. അതിൽ കറക്റ്റ് ആയിട്ട് നമ്മളെ പ്രൊഫൈൽ എന്താവണം, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നിങ്ങൾ എന്താണ് നിങ്ങളെ പേരിന്റെ കൂടെ കൊടുക്കേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഇന്നതാണോ എന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. ചെയ്യാൻ സമയത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്, മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, മൂന്നാമത്തെ നമ്മളൊരു ടാസ്ക് എന്ന് പറയുന്നത് വീഡിയോ ചലഞ്ചസ് ആണ്. അതായത് ഇപ്പം ഇവിടെ നേരത്തെ സംസാരിച്ചുകൊണ്ട് സുരേന്ദ്ര സാർക്ക് നന്നായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയ ആളുകളാണ്. അതേ സമയത്ത് അവിടെ ഷെറിൻ മേഡം ഉണ്ട്, ഷെറിൻ മേഡം നന്നായി വീഡിയോ ചെയ്യുന്ന ആളാണ്. അതേ സമയത്ത് ഇവിടെ വീഡിയോ ചലഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ വരാനുള്ള റീസൺ,
ഞാൻ വീഡിയോ നന്നായിട്ട് ചെയ്യാന്ന് പറയുന്ന അർത്ഥം അത് പൂർണ്ണമായെന്നല്ല കേട്ടോ. ചെയ്യുന്നവർ ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഏറ്റവും മനോഹരമാക്കണം, സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പം ഈ ലാസ്റ്റ് വീക്കില് ലോയൽറ്റിയിലെ ഏറ്റവും നമ്പർ 1 മില്യണയറായ ഇലോൺ മസ്കിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേരെ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. ഇലോൺ മസ്കിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒത്തിരി ഭയങ്കരമായിട്ട് ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറയുന്ന ഒരു ലെങ്തി ഇന്റർവ്യൂ ആണ്. ഒത്തിരി കാര്യങ്ങൾ രസകരമായിട്ടും വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടും കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാച്ചാൽ, ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്കും പണം എന്നുള്ള ഒരു ഇപ്പം പണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ല. പണം വളരെ പ്രാധാന്യം, പണത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു കാലമാണ് വരാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും എല്ലാം ഇഷ്ടം പോലെ അവൈലബിൾ ആവുന്ന ഒരു കാലം വരുന്നുണ്ട്. ഇപ്പം ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല, അങ്ങനത്തെ കേസൊക്കെ പോയിട്ട് ഇപ്പൊ ആളുകൾ എന്തിനാ ജോലിക്ക് പോകുന്നത്, എന്തിനാ അധ്വാനിക്കാൻ പോകുന്നത്, എന്തിനാ ബിസിനസ് ചെയ്യുന്നൊക്കെ പൈസ ഉണ്ടാക്കാനും നന്നായിട്ട് ജീവിക്കാനാണ്. സുലഭമായിട്ട് എല്ലാവരുടെ കയ്യിലും ഇഷ്ടംപോലെ പൈസയും ജീവിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ സുലഭമായി കിട്ടുന്ന കാലം വരുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു രീതിയിലേക്ക് മാറും. പിന്നെ ആളുകൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ഒരു റീസൺ വേണമല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ന് എഴുന്നേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? രസകരമാണ് അത് കേൾക്കുമ്പോൾ, അയാളെ ഒരു ദീർഘവീക്ഷണമൊക്കെ. ഇന്ന് നമ്മൾ എഴുന്നേക്കുന്നത്, നമ്മൾ ഇന്ന് എഴുന്നേക്കില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചാലാണ് ആ ഇൻകം വെച്ചിട്ടാണ് ജീവിക്കുക. അതേ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സുലഭമാകുന്ന ഒരു കാലത്ത് നമ്മൾ രാവിലെ പെട്ടെന്ന് എഴുന്നേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, എല്ലാം റോബോട്ടുകളും കാര്യങ്ങളും ചെയ്തു തരാനുണ്ട്. നമ്മളെ ചിന്ത കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചിന്തിക്കണം, എല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്തമായി ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊന്നും ആവശ്യമില്ലാത്തൊരു കാലം വരും. അപ്പം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ആളുകൾ റീസൺ കണ്ടെത്തുന്ന ഒരു കാലം എന്നാ പറയുന്നത്. അപ്പം പറയുന്നത് കമ്മ്യൂണിറ്റികളുടെ ഇമ്പോർട്ടന്റ്, ക്ലബുകള്, അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ കൂട്ടായ്മകളിൽ പോയിട്ട് പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനൊക്കെ ആളുകൾ ശ്രമിച്ചു തുടങ്ങും. കാരണം അപ്പോഴേ അയാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ ലൈഫിൽ. ഇന്ന ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ, ഇന്ന ക്ലബിന്റെ സെക്രട്ടറി ആണ്, അതല്ലാതെ വേറൊരു പർപ്പസും ലൈഫിൽ ഇല്ലാത്ത ഒരു കാലം വരുമെന്നാണ്. അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലും അങ്ങനത്തെ ഇവന്റുകളിലൊക്കെ പോയിട്ട് നമ്മൾ ആക്റ്റീവ് ആവുക, നമ്മളെ പണി അതൊക്കെ ആയിട്ട് മനുഷ്യന്മാരെ പണിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. പണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇനി ആരാണ് ലീഡ് ചെയ്യാന്ന് ചോദിക്കുന്ന സമയത്ത്, ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത് എനർജി, അതായത് ഇപ്പം സോളാർ എനർജി ആവാം, ഇന്റർനെറ്റ് റിലേറ്റഡ് ആയ കാര്യങ്ങളാവാം, വാട്ടർ സോഴ്സുകളാവാം. ഇതൊക്കെ കയ്യിലുള്ള ആളുകളാണ് ഇനി രാജാക്കന്മാരെന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ഭക്ഷണം ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാലത്തേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി രസകരമായ കാര്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, വരാൻ പോകുന്ന ഒരു കാലത്തെ പറ്റി കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പം ഇപ്പം കാണുന്നതിൽ നിന്നും നമ്മൾ ഈ കാണുന്നതേ അല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു നമ്മൾ പറയാറില്ലേ, മുമ്പ് മനുഷ്യൻ കുരങ്ങിൽ നിന്നും വന്നു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കാലത്തേക്ക് പോയിട്ട്, അതേപോലെ നമ്മൾ ഇപ്പം ജീവിക്കുന്ന കാലവും ഇനി വരാൻ പോകുന്ന കാലവും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു കണക്ഷനും ഇല്ല. പൈസ ഇല്ലാത്തൊരു കാലം, ആർക്കും പൈസ ആവശ്യമില്ലാത്തൊരു കാലം, അതേ സമയത്ത് എനർജി ഉള്ളവൻ രാജാവാവുന്ന കാലം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുന്നു. അതായത് ഈ പറയുന്ന റോഡുകളൊക്കെ ഇല്ലാതെ ആവും. ആലോചിച്ച് നോക്കുക ആ ഒരു കാലം എങ്ങനെ. ഇപ്പൊ നമുക്ക് റോഡ് വലിയ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഹൈവേ, കേരളത്തിലൊക്കെ ഹൈവേ വന്നപ്പോൾ ഭയങ്കര സംഭവമാണ് നമുക്ക്. ഇനി വരാൻ പോകുന്ന ഒരു തലമുറയുടെ മുന്നിൽ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ റോഡ് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലൂടെ കാറ്, ബസ് പറഞ്ഞ സാധനങ്ങൾ പോവാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലത്തെ പറ്റി ചിന്തിച്ചു പോകും. അപ്പൊ അന്നത്തെ ട്രാവലിംഗ് ഫുൾ എന്തായിരിക്കും? ഡ്രോൺ ആയിരിക്കും, എയറിലായിരിക്കും. എല്ലാവരുടെ വീടിന്റെ മുകളിലും ഒരു ഇന്നത്തെ കാർ പോർച്ച് പോലെ ഡ്രോൺ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. എല്ലാവരും എയറിലൂടെ സഞ്ചരിക്കും. അന്ന് റോഡ് എന്നുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മാറ്റങ്ങളെ, ഫ്യൂച്ചറിലേക്കുള്ള മാറ്റങ്ങളെ പറ്റിയാണ് ഇത്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്കൊക്കെ വന്നത്, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയുള്ള റിസെന്റ്ലി ഇപ്പമുള്ള കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതായത് ടെക്സ്റ്റൽ കമ്മ്യൂണിക്കേഷൻ വരെ. അത് കണക്ട് ചെയ്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയിട്ടോ ചാറ്റ് GPT പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണിച്ചു തരുന്നത്? ടെക്സ്റ്റ് അല്ലേ വരുന്നെല്ലാം, അല്ലെ? നമ്മൾ എന്ത് ചോദിച്ചാലും ടെക്സ്റ്റ് ആണ് നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്നത്. അതേ സമയത്ത് ഈ ടെക്സ്റ്റ് മാറിക്കൊണ്ട് ആളുകൾക്ക് ടെക്സ്റ്റ് വായിച്ചെടുക്കാനോ അതിൽ നിന്ന് അർത്ഥം കണ്ടെത്താനോ ഒന്നും എന്തില്ല, മൈൻഡില്ല, മൂഡില്ല, സമയമില്ല. അപ്പം അതെല്ലാം വീഡിയോ കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. ഇനി നമ്മൾ പോയിട്ട് ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ് GPT ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു പെണ്ണോ ആണോ ആരോ വന്നിട്ട് നമുക്ക് വീഡിയോയിൽ പറഞ്ഞു തരും കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ വീഡിയോയിൽ പറഞ്ഞു തരും. ആ ഒരു സ്റ്റൈലിലേക്ക് വെരി റീസെന്റ്ലി, അതിപ്പോ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എല്ലാം വീഡിയോ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനർത്ഥം
നമ്മളൊക്കെ കറക്റ്റായിട്ട് വീഡിയോ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള കാലം നമ്മളുടെ വീഡിയോ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നന്നായിട്ട് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. വീഡിയോ കോൺഫിഡൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാലത്താണ്. ഇനി നമ്മൾ അതിലേക്കൊന്നും പോണ്ട. ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏറ്റവും നന്നായിട്ട് ബ്ലോഗർമാർ ക്യാഷ് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാ? നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. വേറെ എന്താ അവരുടെ അസറ്റ് ഉള്ളത്? അവർ നന്നായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ആളുകൾ ഫോളോവേഴ്സ് ആയിട്ട് പിന്നാലെ കൂടി. ആ ഫോളോവേഴ്സ് ആണ് ഇന്ന് ഓരോ, ഇപ്പൊ നമുക്ക് ഏറ്റവും കോമഡി കാണുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇവിടെ എന്താ പറയാ, കൊമ്പങ്കാട് കോയ കുഞ്ഞാപ്പൂനെ കഥാപാത്രങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്താ അവരുടെ ക്വാളിറ്റി ഉള്ളത്? എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ? എന്താ അവരുടെ അഭിനയ കഴിവുള്ളത്? പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യം ഒരു ഷോപ്പിൽ പോയി അഭിനയിക്കുന്ന ഒരു ദിവസം 50,000 രൂപ വാങ്ങിക്കാൻ കഴിയുന്നു. എന്താണ് അവരുടെ അസറ്റ്? സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നുള്ളത് മാത്രമാണ് അവരുടെ അസറ്റ്. ഒരു ദിവസം 1-2 പരസ്യം അഭിനയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ ആളുകൾ എടുത്തു നോക്കും, എന്ത് ക്വാളിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. പക്ഷെ അവരൊക്കെ സംബന്ധിച്ച് അവർ ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്. ഇപ്പൊ തൊപ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആരാണ്? നിങ്ങൾക്ക് സോഷ്യലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണല്ലോ. ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലോ. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് അപ്പം എപ്പോഴും വീഡിയോയിൽ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ആളുകൾ പെട്ടെന്ന് എന്താവുന്നു, പബ്ലിക് പ്രൊഫൈലിലേക്ക് വരുന്നു, പെട്ടെന്ന് സെലിബ്രിറ്റി മോഡിലേക്ക് മാറുന്നു. അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പം അത്രയും സാധ്യതകളുള്ള ഈ ലോകത്ത് നമ്മളിപ്പോഴും ഒളിച്ചിരുന്നു കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ പറയാൻ തയ്യാറാവാതെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പറയാൻ വേണ്ടി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി, അത് ഇനിയും മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അടിയിൽ പോവും, ഒന്നുമല്ലാതായിത്തീരും. അതുകൊണ്ട് തന്നെ അതേ സമയത്ത് വീഡിയോ കോൺഫിഡൻസിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാലോ, നമ്മുടെ കാര്യം, നമ്മുടെ പ്രൊഡക്റ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ സർവീസ് ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇന്നതാണ്, നല്ല കോൺഫിഡൻസിൽ ഏറ്റവും മനോഹരമായിട്ട് വീഡിയോ പറഞ്ഞു തുടങ്ങി പ്രാക്ടീസ് ചെയ്താലോ, നമ്മളായിരിക്കും നാളത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. ഈ കോടിക്കണക്കിന് ആളുകളുടെ ഡെയിലി നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അങ്ങനെ ഒരു 10 ആളെ കിട്ടാൻ ഒരു പണിയില്ല. എൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആരോട് പറയണ്ടേ, എന്തെങ്കിലല്ലേ ആള് വരിക. അത് പറയാൻ പഠിക്കണം. അതാണ് വീഡിയോ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ 10 days വീഡിയോ കോൺഫിഡൻസ് എന്നുള്ളൊരു ചാലഞ്ചസ് നമുക്കുണ്ട്. അതും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുക. ഓരോ ദിവസവും day 1, day 2, day 3 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസവും ഡയറക്ഷൻസ് തരും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. 10 ദിവസം അത് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 വീഡിയോസ് ചെയ്യും നമ്മൾ. ഒരു ദിവസം 10 കുഞ്ഞു വീഡിയോസ് ചെയ്യാനാണ് പറയാ. 100 വീഡിയോസ് ഒന്ന് തുടങ്ങി 100 ആകുമ്പോഴേക്കും ഭയങ്കരമായ മാറ്റം നമ്മൾ ഉണ്ടാവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും, നമ്മുടെ ക്യാമറ പിടിക്കുന്ന സ്റ്റൈല് മാറും. നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ച 100ാമതാകുമ്പോഴേക്കും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചു തുടങ്ങും. ഇങ്ങനെ ഭയങ്കരമായ മാറ്റം നമ്മൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം വീഡിയോ കോൺഫിഡൻസ് വളരെ ക്രിയേറ്റീവ്. അപ്പം ഈ മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ചാലഞ്ചസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യും, വീഡിയോ കോൺഫിഡൻസിലേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് അടുത്തതായിട്ട് നമുക്കുള്ളത്, വീഡിയോ കോൺഫിഡൻസ് എന്നുള്ളത്. ദെൻ മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു, ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഫിക്സഡ് മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് അതേപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ ലോങ് ടേം സക്സസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നാളെ തന്നെ ഭയങ്കരമായി സക്സസ് ആവുന്നില്ലല്ല. നമുക്കൊരു ഡിജിറ്റൽ ലീഡർ ആയിട്ട് മാറണം. ഒരു ഡിജിറ്റൽ ലീഡർ ആയിട്ട് മാറാൻ അതിൻ്റെതായ സമയം എടുക്കും. അതായത് എന്താ അതിൻ്റെ സമയം എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടേതായ വീഡിയോസ് വരണം, നമ്മുടേതായ പോസ്റ്റേഴ്സ് വരണം, റീൽസ് വരണം. അതിങ്ങനെ വന്നിട്ട് ആളുകൾ പതുക്കെ ആദ്യത്തെ 1, 2, 3, 4, 5 വീഡിയോ അല്ലെങ്കിൽ 10 വീഡിയോ ചിലപ്പോൾ ഒരു വ്യൂസ് 10 ആൾ കണ്ടു, 15 ആൾ കണ്ടു, ചിലപ്പോൾ 8 ആൾ കണ്ടു. അങ്ങനെ കയറി ഏതെങ്കിലും ഒരു നല്ല വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 ആൾ കാണും. അങ്ങനെ നമ്മുടെ വീഡിയോ കുറച്ച് കാണുന്നുണ്ടെന്ന് മെറ്റയും അതുപോലെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പതുക്കെ അവരിങ്ങനെ പുഷ് ചെയ്ത് തുടങ്ങും. ഇത് കുറച്ച് ആളുകൾ കണ്ടു തുടങ്ങുന്നില്ല, അത് കുറച്ച് ആളെയും കൂടി കാണിച്ചേക്കാം. അങ്ങനെ ആ പുഷിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നല്ല കണ്ടന്റ് നിർത്താതെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മറ്റേ ഒന്ന് നമ്മളിങ്ങനെ പുഷ് ചെയ്യണമെന്നെങ്കിൽ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആകെ 15 ആളെ കാണുന്നത്, ഇനിയിപ്പോൾ കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് അവിടെ ഇടും. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇടും. അപ്പോഴേക്കും മറ്റേ നമ്മളെ വിട്ട് വേറെ ആളെ പുറകെ പോയിട്ടുണ്ടാവും. പിന്നെ 1, 2, 3 ഇട്ട് പതുക്കെ ഇങ്ങനെ കയറി മറ്റൊന്ന് നമ്മളെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൊടുക്കാം, ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമ്മൾ സ്കിപ്പ് ചെയ്യും, അവിടെ ഇട്ട് പോകും. ഇതിൽ കാര്യമില്ല. നമ്മളുടെ അൽഗോരിതം, നമ്മുടെ AI, നമ്മുടെ റോബോട്ട് നമ്മെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ചെറിയ പ്രൊമോഷൻ തരണമെങ്കിൽ എല്ലാം റോബോട്ടുകളാണ്, എല്ലാം ചാറ്റ് ബോട്ടുകളാണ്. ഇവർ നമ്മെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ചാനലുകൾക്ക് വേണം.
അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റോറി വെക്കുക, സ്റ്റാറ്റസ് വെക്കുക, റീൽസ് ഇടുക, പോസ്റ്റ് ഇടുക, ഇതിനൊരു സിസ്റ്റം കീപ്പ് ചെയ്ത് ഒരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ട്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കലണ്ടർ വർക്ക് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ 3 റീൽസ് ആണെങ്കിൽ അത് തിങ്കൾ, ബുധൻ, വെള്ളി ആണെങ്കിൽ 1-2 ദിവസങ്ങളാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ആ സമയത്ത് ചെയ്യണം. അത് നമുക്കിനി ആ സമയത്ത് എൻഗേജ് ആണെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത ഞായറാഴ്ച 10 മണിക്ക് എൻ്റെ വീഡിയോ റിലീസ് ആവണമെന്ന് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. കറക്റ്റായിട്ട് ആ സമയത്ത് അങ്ങോട്ട് റിലീസ് ആയിക്കോളും. അങ്ങനെ ഒരു ഡിജിറ്റൽ കലണ്ടർ പ്രിപ്പയർ ചെയ്ത് ആ കലണ്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ കോൺഫിഡൻസ് ഉണ്ടാക്കണം. ആ കോൺഫിഡൻസിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങണം. ചെയ്യുന്ന വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹുക്കൊക്കെ കൊടുത്ത്, നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത് തുടങ്ങണം. ആ റിലീസ് തുടങ്ങിയിട്ട് അവിടെ നിർത്തി പോലല്ല, കൺസിസ്റ്റൻസി നിർബന്ധമാണ്. തുടങ്ങിയ വീഡിയോ നന്നായിട്ട് സ്റ്റേബിളായി കൺസിസ്റ്റന്റ് ആയി കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത്, ചെയ്യുന്ന ദിവസങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ് നമുക്ക് ആ ഒരു ചിന്ത വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 10 ആളെ കണ്ടുള്ളൂ, 15 ആളെ കണ്ടുള്ളൂ, ഒന്നും ആരും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. മിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ അത് വേഗം സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ആദ്യം നമ്മുടെ നിഷ് ഫൈനലൈസ് ചെയ്യണം. നിഷ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പഠിക്കണം. നമ്മൾ പഠിക്കും എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കും. അതിനൊക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ വേണമെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു പണിയില്ല, സെക്കൻഡുകൾക്കകം ChatGPT നമുക്ക് കണ്ടന്റ് തരും. അത് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോയിലൊന്നും പറയാനുള്ള കോൺഫിഡൻസ് ChatGPT തരില്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. അവിടെയാണ് ChatGPT നമ്മൾ തമ്മിൽ വ്യത്യാസം. അവിടെ ഇമോഷണൽ ആയിട്ട് പറയാൻ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നേ രക്ഷയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മളത് പറഞ്ഞ് പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം, പഠിക്കുന്ന കാര്യം, ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ പ്രധാനമായിട്ടും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യം, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനാണ്. മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് നിർബന്ധമായിട്ട് ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ മോർണിംഗിൽ ഞാൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ വീഡിയോകൾ ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യും. ഓരോരുത്തരും അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഇരുത്തത്തിൽ ചെയ്ത് തീർക്കുക കേട്ടോ. അതിനെ കുറെ സമയം ഒന്ന് തുടങ്ങി വെച്ചു, പിന്നെ ഒരു എൻഗേജ് ആയി, പിന്നെ ഒന്നും, അങ്ങനെയല്ല. ഫ്രീ ആയ സമയത്ത് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുത്തത്തിൽ അത് ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത് അടുത്ത ദിവസം മുതൽ, അതായത് മൺഡേ ഓൺവേർഡ്സ് നമുക്ക് വീഡിയോ ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. അത് കറക്റ്റായിട്ട് അതിന്റെ ഡയറക്ഷൻസും ഗ്രൂപ്പിൽ വരും. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പം ഇവിടെ ക്ലാസ്സിൽ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഗ്രൂപ്പിനകത്ത് ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു മോർണിംഗ് മെസ്സേജ് എങ്ങനെ, ആദ്യം ഇപ്പം നമുക്കൊരു സ്റ്റോറി വെക്കണം നമ്മുടെ ഷോപ്പിന്റെ പേരിലോ നമ്മുടെ പേഴ്സണൽ പേരിലോ. മുമ്പൊക്കെ നമ്മളൊരു ഡിസൈനറെ കാത്തിരിക്കണം, എന്തെല്ലാം പണിയായിരുന്നു. ഇന്ന് ജെമിനിയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് കൊടുക്കുന്നു. എനിക്കൊരു മോർണിംഗ് ഇൻസ്പയറിംഗ് മെസ്സേജ് തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും ലോഗോയും വെച്ചുകൊണ്ട് നല്ലൊരു മെസ്സേജ് തന്ന് സെക്കൻഡുകൾക്ക് സാധനം കിട്ടുന്നു. ഇന്ന് അതിന്റെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾസ് ഒക്കെ ഇട്ടിരുന്നു എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. എത്ര പേരെ ചെയ്ത് നോക്കി എനിക്കറിയില്ല. ഇങ്ങനെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ ഇട്ട് തരുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും. കുറച്ച് ആളുകളൊക്കെ നന്നായിട്ട് ചെയ്തു. ഇപ്പം വൈകിട്ടാണെങ്കിലും എനിക്ക് അവരുടെ ചെയ്യാൻ പോകുന്ന ഡ്രസ്സുകളൊക്കെ ജെമിനി ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ എടുത്തിട്ട് ചെയ്തു വിട്ടു തന്നിരുന്നു. അപ്പം ഓരോരുത്തരും ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റൊരു മേഡത്തിന്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് രാവിലെ ഞാൻ ജസ്റ്റ് സ്റ്റോറി കണ്ടത്. അപ്പം അത് അതേപടി ഒരു ഒന്നും ചെയ്യാതെ അങ്ങനെ കൊടുത്ത് പോസ്റ്റ് ഇട്ടേക്കാം. അപ്പം ഞാൻ അത് എടുത്തിട്ട് ഒന്ന് ജെമിനിയിൽ ഒന്ന് വൃത്തിയാക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനെ രണ്ടും കമ്പയർ ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ആഫ്റ്റർ ബിഫോർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വ്യത്യാസം നമ്മൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യാതെ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യരുത്. അവിടെ പിന്നെന്താ നമ്മൾ വ്യത്യാസം? ബിസ് ലൈഫിൽ ജോയിൻ ചെയ്തതും മുമ്പുള്ളത് നമ്മൾ എന്ത് മാറ്റമുള്ളത്? ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, ലൈഫിൽ അപ്ലൈ ചെയ്യണ്ടേ? സ്റ്റാറ്റസോ സ്റ്റോറിയോ നമ്മൾ വെക്കാൻ പോകുന്ന സമയത്ത് മിനിമം ആ ഫോട്ടോ എടുത്തിട്ടൊന്ന് ജെമിനിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഭംഗിയാക്കി തരുമോ ചോദിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് അത് ഭംഗിയാക്കി തരും. ആ സാധനമല്ലേ ഇനി വെക്കേണ്ടത്. അപ്പം നമ്മുടെ ഫോട്ടോ ആയിക്കോട്ടെ, മറ്റുള്ള ഫോട്ടോസ് ആയിക്കോട്ടെ, മറ്റുള്ള വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് ഈ AI ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഭംഗിയാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു പ്രയാസമില്ല. ജെമിനിയുടെ ആ ഒരു ടൂൾ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് ഫാമിലിയിൽ,
മുമ്പൊക്കെ അതിന്റെ ഒരു പോസ്റ്റർ ഇട്ട് അത്ര സമയം പോകുന്നില്ല. അവന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഒരു ബർത്ത്ഡേ വിഷസ് പോസ്റ്റർ വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്ക് അത് വന്നു. അത് നമുക്ക് ഫാമിലി ഗ്രൂപ്പിൽ ഇടാം, നമ്മളെ പേഴ്സണലി സ്റ്റാറ്റസ് വെക്കാം. എത്ര ഈസിയാ. ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു തരുമ്പോൾ അതിനെ നമ്മളുടെ എന്തിനാ കണക്ട് ആയിട്ടാണോ നമുക്ക് വേണ്ടത് അതിലേക്ക് കണക്ട് ചെയ്യുക, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് മുൻപോട്ട് പോവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നത് ഒരു മോർണിംഗ് മെസ്സേജ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തിനൊക്കെ കണക്ട് ചെയ്യാൻ കഴിയും അതിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ പല രീതിയിൽ ചാറ്റ് GPT ജെമിനി പോലുള്ള ടൂൾസുകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ നിഷ് ഫൈനലൈസ് ചെയ്യാൻ, നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫൈനലൈസ് ചെയ്യാൻ. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒരു പ്രത്യേക മേഖലയാണ്, നമ്മൾ ഡിസ്കഷനിൽ വരുന്ന ഒരു ഏരിയ ആണത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നൊരു സെറ്റ് അനാലിസിസ് ഉണ്ട്. സ്ട്രെങ്ത്, നമ്മുടെ സ്ട്രെങ്ത്തുകളെ നമ്മുടെ ഡയറി എടുത്തിട്ട് അതിനകത്ത് എഴുതുക. എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ആയിരിക്കും. എന്താണ് ഇവിടെ ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ആർക്കെങ്കിലും അതിനെപ്പറ്റി ഐഡിയ ഉണ്ടോ? എന്താണ് സ്ട്രെങ്ത്? ചിലർക്ക് നന്നായിട്ട് സംസാരിക്കുന്നതായിരിക്കും, ചിലർക്ക് അങ്ങനെ പ്രസന്റേഷൻ സ്കില്ലായിരിക്കും, ചിലർക്ക് അത് എന്താ ക്ഷമയായിരിക്കാം. പല രീതിയിലുള്ള സ്ട്രെങ്ത്തുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോരുത്തരും സെൽഫായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കമന്റ് ഇടുക, അതല്ലെങ്കിൽ സെൽഫായിട്ട് ഓരോരുത്തർ അവരുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് എഴുതുക. ആലോചിച്ചിരുന്നത് ചിലപ്പോൾ 10 കാര്യങ്ങൾ നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ടാവും. 10 കാര്യങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ അടുത്ത പേജിൽ വീക്ക്നെസ്സുകൾ എഴുതാം. വീക്ക്നെസ് ചിലപ്പം ഹാബിറ്റ്, അതായത് റീൽസ് ഇരുന്ന് കാണുക എന്നുള്ളത് നമ്മുടെ വീക്ക്നെസ് ആയിരിക്കും. ടൈം ഷെഡ്യൂൾ ഇല്ലാതെ നമ്മളിരുന്ന് വീക്ക്നെസ് ആയിട്ട് ഇരുന്ന് റീൽസ് കണ്ട് സമയം കളയുന്നത് നമ്മുടെ വീക്ക്നെസ് ആണ്. അതേപോലെ തന്നെ ക്ഷമ ഇല്ലാത്തത് വീക്ക്നെസ് ആണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ളത് വീക്ക്നെസ് ആണ്. അതേപോലെ ഒത്തിരി കളവ് പറയുക എന്നുള്ളത് വീക്ക്നെസ് ആണ്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് വീക്ക്നെസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സൗഹൃദം കീപ്പ് ചെയ്യാതിരിക്കുക വീക്ക്നെസ് ആണ്. ആളുകളോട് സംസാരിക്കാതിരിക്കുക വീക്ക്നെസ് ആണ്. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി സെൽഫായിട്ട് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് ഒരു വീക്ക്നെസ് പറയാം. നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ? കുറച്ച് ആളുകൾ എന്നാലും ഞാൻ പറയാം, നമ്മുടെ വീക്ക്നെസ് കിട്ടാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് അറിയാം. നമ്മുടെ ഒരു ഏറ്റവും അടുത്ത് 4-5 സുഹൃത്തുക്കളോട് ചോദിക്കുക, എൻ്റെ ഒരു വീക്ക്നെസ് പറഞ്ഞിട്ടോ ചോദിക്കാം. 5 ആളോട് ചോദിച്ചാൽ 5 വീക്ക്നെസ് കിട്ടും. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന 5 വീക്ക്നെസ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു. പലപ്പോഴും നമുക്ക് പറ്റാതാണല്ലോ, നമ്മുടെ വീക്ക്നെസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നടക്കുക. വേറെ ആരെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും എൻ്റെ വീക്ക്നെസ് അതാണല്ലേ. നമ്മുടെ വീക്ക്നെസ് അറിയാൻ, സ്ട്രെങ്ത് വേണേൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം. വീക്ക്നെസ് അറിയാൻ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഏറ്റവും അടുത്ത 5 പേരോട് അല്ലെങ്കിൽ 10 പേരോടൊക്കെ നമ്മുടെ വീക്ക്നെസ് ഓരോരുത്തരോട് ചോദിക്കാം. ചിലർ സെയിം തന്നെ പറയും, ചിലർ വ്യത്യസ്തമായത് പറയും. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ഗെയിം ആയിരിക്കും. നിങ്ങളൊരു ഏറ്റവും ക്ലോസ് ആയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെറുതെ നമുക്ക് ഇന്നൊരു ഗെയിം കളിക്കാം. എല്ലാവരും എൻ്റെ വീക്ക്നെസ് നിങ്ങൾ പറയും, നിങ്ങളുടെ വീക്ക്നെസ് ഞാൻ പറയാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഗെയിം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് ഇതാണ്, നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിയാന്നുള്ളതാണ്. ആ വീക്ക്നെസ് തിരിച്ചറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പതുക്കെ റിമൂവ് ചെയ്ത് നമ്മളെ സ്ട്രെങ്ത്തിനെ ഷാർപ്പൻ ചെയ്യാൻ കഴിയും. അതായത് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞല്ലോ, ടൈം ഷെഡ്യൂൾ ഇല്ല ഒരു വീക്ക്നെസ് ആണെങ്കിൽ പതുക്കെ ടൈം ഷെഡ്യൂളിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ നമ്മൾ ബോധറാവും. എൻ്റെ വീക്ക്നെസ് ഇന്നതാണ്, അത് മാറണമെന്നും ബോധം നമുക്ക് വരും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ ദേഷ്യം കൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയാണ് നമ്മുടെ ലൈഫിലെ സക്സസിന് നല്ലതെന്ന് മനസ്സിലാക്കി പതുക്കെ അവിടെ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അപ്പൊ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനാലിസ് ചെയ്യണം. നമ്മളൊരു മുൻപോട്ടുള്ള പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ നമ്മിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്, അതല്ലാതെ മറ്റുള്ളവരിലേക്കല്ല. ആദ്യം സെൽഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ സ്ട്രെങ്ത്തിനെ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളത്. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒത്തിരി കഴിവുകളുണ്ട്. ഇല്ല എന്ന് ആരും വിശ്വസിക്കുന്നത് അത് മണ്ടത്തരമാണ്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തിരിച്ചറിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യാതെ മടി കാരണം ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഈ സ്ട്രെങ്ത്തിനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷാർപ്പൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ. അത് എന്താ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മാക്സിമം ഷാർപ്പൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താവും? സക്സസിലേക്ക്. അതോടൊപ്പം നമ്മുടെ ഒത്തിരി സമയത്തെ കൊല്ലുന്ന സാധനമാണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത്. ഈ വീക്ക്നെസ്സിനെ പതുക്കെ നമ്മുടെ ലൈഫിൽ നിന്നും കട്ട് ചെയ്ത് കളയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുക എന്നുള്ളത് നമ്മൾ ഒത്തിരി സമയം കളയുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് എന്നുള്ളതിനെ നമ്മൾ പതുക്കെ കട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും. ആ സമയം കൂടി എഫക്റ്റീവായി യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സമയം ആരെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം.
ഇങ്ങനെ വീക്ക്നെസ്സുകളെ നമ്മൾ പതുക്കെ മാറ്റം വരുത്തി സ്ട്രെങ്തിനെ ഷാർപ്പൻ ചെയ്ത് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സ്കില്ലിൽ നമ്മൾ മാക്സിമം സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന്റെ നല്ലൊരു സമയവും സ്കില്ലിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, അത് ടൈലറിങ് ആവാം, ഡ്രസ്സ് ആവാം, അതിനപ്പുറത്തേക്ക് മറ്റു വേറെ എന്തെങ്കിലും ആവാം, എന്തോ ആയിക്കോട്ടെ, ട്രാവലിംഗ് ആവാം, എന്തിലാണെങ്കിലും മാസ്റ്ററി ആവാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സക്സസ് ആകാൻ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ച് ഹറിബറിയിൽ ഓടേണ്ട കാര്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നിഷിനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നന്നായിട്ട് സെല് ചെയ്യാൻ വേണ്ടി കഴിയും. വളരെ പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഡിജിറ്റൽ ലീഡർ ആവുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ലീഡർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോ ഓപ്പൺ ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും നല്ല ഭംഗിയുള്ള കണ്ടന്റുകൾ ആളിലേക്ക് എത്തിക്കാനും ആളുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി കാര്യങ്ങൾ പറയാനും അങ്ങനെ ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് വരാനും നമ്മെ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് പ്രൊഡക്റ്റും വിൽക്കാൻ കഴിയുന്ന, എന്ത് സർവീസും പൈസ വാങ്ങിക്കൊണ്ട് വിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, അതും വലിയ എമൗണ്ടിലേക്ക്. ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 10 ആളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻകം വരും. 5,000 രൂപയുടെ ആണെങ്കിൽ 20 ആളിലേക്ക് എത്തിയാൽ 1 ലക്ഷം രൂപ ഇൻകം വരും. ഇങ്ങനെ നമ്മുടെ മുന്നിലെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഡിജിറ്റൽ ലീഡർഷിപ്പ് ആവാൻ വേണ്ടി എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, വീഡിയോ പ്രാക്ടീസ് ആണ് അത് ചെയ്യണം, പോസ്റ്റർ ഡിസൈനിങ് ആണ് അത് ചെയ്യണം, റീൽസ് എഡിറ്റ് ചെയ്യാൻ അത് പഠിക്കണം, ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളൊരു ഡിജിറ്റൽ ലീഡർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം മാറും. നമ്മളിപ്പോൾ എന്താണോ ഭയങ്കരമായിട്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറും. നമ്മൾ സെലിബ്രിറ്റി മോഡിലേക്ക് വരും. ആളുകൾ നമ്മെ കണ്ട തിരിച്ചറിഞ്ഞു തുടങ്ങും. ഒത്തിരി ഫോളോവേഴ്സ് നമ്മളെ പുറകിൽ വരും. ഇങ്ങനെ ഇത്രയും സാധ്യതകളുള്ള ഇത്രയും അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഉൾവലിയുന്നത്? എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല, ഞാൻ വീഡിയോ എടുത്താൽ മോശമാവും, ഇങ്ങനെ ഒത്തിരി റീസൺ പറഞ്ഞ് മാറി നിൽക്കുന്ന എന്തിനാ? പ്രാക്ടീസ് ചെയ്യാം. അപ്പം മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഓരോരുത്തരും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക. തൊട്ടടുത്ത ദിവസം മുതൽ വീഡിയോ പ്രാക്ടീസ് അങ്ങോട്ട് തുടങ്ങാം. അതിലൂടെ നമുക്ക് നമ്മെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സമയമാണ്. ഓരോരുത്തരും മൈക്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പറയാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി ചെയ്യാം. അതല്ല എങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇന്ന് വളരെ കുറച്ചാൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ, എന്താണെന്ന് അറിയില്ല. എനിവേ ശരൺ മാഡം ലീവ് ചെയ്തു. ഓക്കെ.